ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കടുകെണ്ണ, ആവശ്യത്തിന് ഉപ്പ്, നാല് ടേബിൾ സ്പൂൺ തൈര്, ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ്, കുരുണ്ടെങ്കിൽ അത് മാറ്റി കളയണില്ലെങ്കിൽ കനപ്പ് വരും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കൻ, അത് തീരെ ജലാംശം പാടില്ല. ചിക്കൻ്റെ ബ്രസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മൂടി വയ്ക്കുക. നമുക്ക് സമൂസയുടെ ഷീറ്റ് തയ്യാറാക്കാനായി 1.5 കപ്പ് മൈദ എടുക്കുക. 250 ml മെഷറിംഗ് കപ്പിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഓയിൽ, വെജിറ്റബിൾ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇതിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യണം. 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. നന്നായി 5 മിനിറ്റ് കുഴച്ച്, അധികം ഹാർഡായിട്ട് കുഴക്കേണ്ട, ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന രൂപത്തിൽ കുഴയ്ക്കുക. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വേണം കുഴയ്ക്കാനായിട്ട്. അപ്പോൾ ഇവിടെ മാവ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ 1/4 ഗ്ലാസ് വെള്ളമാണ് ആകെ ചേർത്തിരിക്കുന്നത്. ഫില്ലിങ്ങിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് സവാള ഒരു മീഡിയം സൈസ് അരിഞ്ഞതും 3 പച്ചമുളകും അരിഞ്ഞതും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുക. നന്നായിട്ട് വഴറ്റുക. സവാള വഴന്നു വരുമ്പോൾ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. പച്ചമണം മാറി വരുമ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി വഴറ്റുക. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അതിനുശേഷം ഓയിൽ കുറേശ്ശെ ഒഴിച്ച് നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ചിക്കൻ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട്. വേവിച്ചിട്ട് അത് ചുട്ട പോലെ
ആ കുറച്ച എണ്ണയിൽ കിടന്നിട്ട് മൊരിഞ്ഞു വരണം. ചിക്കൻ ഇവിടെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ചിക്കൻ ഇതുപോലെ പിച്ചിയിടുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാള വഴറ്റിയതും അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. സമൂസയുടെ ഷീറ്റ് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു ചെറിയ ബോൾ എടുത്ത് അത് കയ്യിലിട്ട് ഒന്ന് പരത്തിയതിന് ശേഷം നമ്മൾ ചപ്പാത്തി പലകയിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് നീളത്തിൽ പരത്തി കൊടുക്കുക. അധികം കനം കുറയണ്ട. അതിനുശേഷം നമ്മൾ പകുതി വെച്ച് മുറിക്കുക. മീഡിയം തിക്നെസ് വേണം. എന്നാൽ തീരെ കനം കുറയാനും പാടില്ല. അതിനുശേഷം സൈഡിലായിട്ട് അതിൻ്റെ അടിവശത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു കോൺ ആകൃതിയിൽ ഷീറ്റ് ഉണ്ടാക്കുക. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുക. വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം അതിൻ്റെ അടിവശത്ത് ഒന്ന് വെള്ളം കൊണ്ട് നനച്ച ശേഷം അവിടെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഫില്ലിങ്സ് ഒന്നും പുറത്തു പോവാണ്ടിരിക്കണം. എണ്ണയിലിട്ടുമ്പോൾ അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോവാൻ സാധ്യതയുണ്ട്. നന്നായി ഒട്ടണം. നമ്മളിവിടെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ നന്നായി ചൂടാവുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ സമൂസയും നമുക്ക് ഇതേപോലെ മൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ സമൂസ ഇവിടെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് മൊരിച്ചെടുക്കുക. ഇവിടെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.